ഓർത്തിരിക്കാത്തവരും ചിന്തിച്ചിരിക്കാത്തവരുമായി ആരും ഉണ്ടാകില്ല. എന്നാൽ ചില ഓർമ്മകളും ചിന്തകളും നമ്മെ തീയില്ലാതെ ഇരിക്കും, മഴയില്ലാതെ നനക്കും, ചിലപ്പോൾ മണ്ണില്ലാതെ ഒഴിച്ചുമൂടും. ചിന്തകളാണ് പ്രണയത്തിന്റെയും കണ്ടെത്തലിന്റെയും യുദ്ധങ്ങളുടെയും ആരംഭം, ചിലപ്പോൾ അവസാനവും. വാരിയെറിഞ്ഞ കുന്നിക്കുരുക്കളെ പോലെ അവ നിങ്ങളെയും വഹിച്ച് ചിതറിത്തെറിക്കും. ചിന്തയിൽ കാലില്ലാത്തവൻ ഓടും, ചിറകില്ലാത്തവൻ പറക്കും. എന്നാൽ ഓർമ്മകൾ അങ്ങനെയല്ല. ഒരേ നിമിഷം തന്നെ ഒരുമിച്ചനുഭവിച്ച കാര്യങ്ങൾ രണ്ടുപേരിൽ വ്യത്യസ്ത ഓർമ്മകളായിരിക്കാം. അങ്ങനെയുള്ള വ്യത്യസ്തമായ ഓർമ്മകളെക്കുറിച്ച് ആൻ ഷെയ്ൻ തോമസ് തന്റെ 7-ാം ഭ്രാന്തൻ എന്ന നോവൽ വളരെ മനോഹരമായാണ് വിവരിച്ചിരിക്കുന്നത്. ക്ലാസ് മുറിയിലെ ആദ്യ ദിനം നിങ്ങൾക്ക് കടലാസിന്റെ പുതുമ മണക്കുന്ന പുസ്തകക്കെട്ടും പുത്തനുടുപ്പും ആയേക്കാം. എന്നാൽ അടുത്തിരിക്കുന്നവന് തുന്നിയ ഉടുപ്പും മൂത്തവർ പഠിച്ചുപേക്ഷിച്ച മൂലചുരുണ്ട പുസ്തകവുമാകാം.